തീർത്ഥാടകർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കുന്നു. നീ ഓർക്കുക മനുഷ്യ, ഈ ഭൂമിയിലുള്ളതെല്ലാം വ്യക്തമാണ്. അതിനാൽ ഭൂമിയിലെ ജാതികളെ കുറിച്ച് വ്യാപനപ്പെടാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുക. ഭൂമിയിലെ പ്രത്യാശയുടെ തീർത്ഥാടകനാകുകയും ശരിക്കും ആസ്വദിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കരുണ പ്രാപിക്കുന്നതിന് കർത്താവ് ഉത്തരമരുളും. വചനത്തിൽ വിശ്വസിക്കുവിൻ. അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. അവൻ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കണ്ടില്ലേ വാളോരെ ദൈവവചനത്തിന്റെ ശക്തി? വിനാശിയുടെ ആഴച്ചുഴിയിലകപ്പെട്ടവരെ പ്രത്യാശയുടെ തീരത്തേക്ക് നയിക്കുന്ന ശക്തി. വചനത്തിൽ വേരൂന്നി മുന്നേറുവിൻ. പ്രത്യാശയുടെ തീർത്ഥാടകരാകുവിൻ. മനുഷ്യത്വം നഷ്ടപ്പെട്ട് കാരുണ്യത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ പ്രത്യാശയെ കുറിച്ച് പറയുന്നത്. എവിടെ പോയി രണ്ടുപേരും തുണിയെടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തയ്യാറായില്ലേക്ക് പറയാനും? അമ്മേ, ഞങ്ങൾ വാർത്തകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ യുദ്ധത്തിന്റെ ഭീകരത? ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഈ ക്രിസ്മസിന് പുതിയ ഉടുപ്പ് വേണ്ടാണ്. വലിയ ആഘോഷവും വേണ്ട. ആ പൈസ കൊണ്ട് നമ്മൾ പാവങ്ങളെ സഹായിക്കാം. അവർക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ടില്ലേ സ്വാർത്ഥതയുടെ ലോകത്തിൽ കാരുണ്യത്തിന്റെ ദീപനാളം. ഭഗവത്കയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിരാലംബർക്ക് പ്രത്യാശ പകരുന്ന കാരുണ്യത്തിന്റെ ദീപനാളം. കാരുണ്യ പ്രാർത്ഥനകളിലൂടെ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവിൻ. പ്രത്യാശയുടെ തീർത്ഥാടകരാകുവിൻ. നിസ്വാർത്ഥ
പ്രഘോഷണങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിന് അക്രമികളുടെ ബന്ധനത്തിലായെങ്കിലും അവിടെ നിന്ന് ദൈവം കൈപിടിച്ചുയർത്തിയ ടോം കുഴുനാലച്ചന്റെ ജീവിതം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി തന്റെ തന്നെ ജീവൻ ബലിയായി നൽകിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർന്ന സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ക്യാൻസർ വേദന തന്റെ ശരീരത്തെ കാത്തിരുന്നപ്പോഴും ദിവ്യകാരുണ്യ ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയ അച്ഛനയുടെ ജീവിതം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നമ്മുടെ യാത്ര